ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇതവനെ വിളിച്ചുണർത്തി കൊടുക്ക. എന്താ? അത് ഞാൻ ചായ കൊടുത്താ വരുൺ ഇഷ്ടാവില്ല. ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് ഇഷ്ടമാവൂന്ന് അമ്മയും പറയുന്നില്ല. അവൻ ദേഷ്യപ്പെട്ടാലും നിഷേധിച്ചാലും അത് താങ്ങാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കൊടുക്ക. മോളെ, ഒരാളുടെ മനസ്സിലെ വാശിയും വൈരാഗ്യമൊക്കെ എങ്ങനെയാ കുറയ്ക്കുന്നേ? സ്നേഹം കൊണ്ട്. എത്ര നിഷേധിച്ചാലും നിരന്തരമായിട്ട് ഒരാളുടെ സ്നേഹം നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങും. സഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും ഒക്കെ മോൾക്ക് പറ്റും. അമ്മ നിന്റെ കൂടെയുണ്ട്. ആ പിന്നെന്താ? ശരി അമ്മേ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ദാ. വരുൺ, 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 വരുൺ എഴുന്നേക്ക്. എന്താ? അത് അമ്മ പറഞ്ഞു വിളിച്ചെഴുന്നേപ്പിക്കാൻ. ഒരു കാര്യമില്ലാതെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അമ്മ എന്തു പറഞ്ഞു? വിളിച്ച് ചായ തരാൻ. അതെന്താ ഇന്നൊരു പ്രത്യേകത? എന്റെ മുമ്പിലേക്ക് താനൊന്നും കൊണ്ടുവരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? എത്രയോ തവണ ഞാൻ നിഷേധിച്ചതാ. അത് അമ്മ നിർബന്ധിച്ചപ്പോ. അമ്മ നിർബന്ധിച്ച എനിക്ക് കൊണ്ടേ കൊടുത്ത സൗകര്യമില്ലെന്ന് പറയണം. ഞാൻ കൊണ്ടേ കൊടുത്ത ഇഷ്ടമല്ലെന്ന് പറയണം. അതെങ്ങനെ? അതൊക്കെ പറയണമെങ്കിലേ ഇത്തിരി നാണോമാനം വേണം. അല്ല, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ. നിന്നെ എന്റെ മുമ്പിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ ചിലർ ശ്രമിക്കുന്ന പോലെ. അത് ഇവിടെയുള്ളവരുടെ മനമാറ്റം ആയിരിക്കില്ല, മനസ്സ് മാറ്റിയെടുക്കാനുള്ള തന്റെ മിടുക്കായിരിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല വരുൺ. ഒന്നും ചെയ്തിട്ടില്ല. രാധികയെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോഴും മറുപടി ഇത് തന്നെയായിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? എടി, ഓർമ്മയുണ്ടോന്ന്? കോടതിയിൽ അവള് തന്നെ വരേണ്ടി വന്നു നിന്നെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്ന എന്നെ. എന്നിട്ട് തിരിച്ചെത്തിയതോ രാധികയുടെ കാല് പിടിച്ചു. ഏതെങ്കിലും വിധത്തിൽ കണിമംഗലത്ത് തിരിച്ചെത്തണമെന്ന് പറഞ്ഞ് ആ പാവം അതിനുവേണ്ടി പണിയെടുത്തു. അതിന്റെ പേരിലെത്താൻ വീണ്ടും ഈ കണിമംഗലത്തേക്ക് കാലുകുത്തിയത്. അടങ്ങി ഒതുങ്ങിയൊരു മൂല കഴിഞ്ഞോണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഈ ഭാര്യയായിട്ടുള്ള ഈ വേഷം കെട്ടലുണ്ടല്ലോ, സ്നേഹിച്ചുകൊണ്ടുള്ള വേഷം കെട്ടല്, അതിന് എന്റെ മുമ്പിൽ എങ്ങാനും പ്രദർശിപ്പിച്ച എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. വരുൺ, ഇതൊന്ന് കുടിച്ചിട്ട് പോ. വരുൺ, ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം അയാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. തന്നെ ഇപ്പൊ ആരെ ഉപദേശിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഈ ജീവിതത്തിൽ താൻ ഒരിക്കലും നേരെയാവില്ലെന്ന് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല.